നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളൊന്നും എനിക്കൊരു ഭീഷണിയല്ല, നീയായിരുന്നു അവരെല്ലാം നയിച്ചിരുന്നത്. നീ പോയതോടെ അവരുടെ ആവേശമൊക്കെ അങ്ങ് കെട്ടടങ്ങി. 5 വർഷം മാറി നിന്ന ശേഷം തിരിച്ചു വന്ന നിന്റെ അവസ്ഥ കണ്ടപ്പോ അവരെല്ലാം പേടിച്ചു കാണും. നിനക്ക് സ്വന്തമായിട്ടൊരു ജോലിയോ കുടുംബമോ ഇല്ല. ഇനി ആരും എന്നെ എതിർക്കാനുള്ള ധൈര്യം കാണിക്കില്ല. നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുക. നീ വിചാരിക്കുന്നത് പോലെ ഞാനത്ര മനുഷ്യപ്പറ്റില്ലാത്ത ആളൊന്നുമല്ല. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു ജോലി തരാം. ഇവക്ക് എന്ത് ജോലി കൊടുക്കാൻ പറ്റും മോനെ? പഴയ പോലീസുകാരിയല്ലേ, നമ്മുടെ കമ്പനിയിലെ കാവൽക്കാരിയാക്കാം. അതാവുമ്പോ എല്ലാ ദിവസവും നമ്മൾ കാറി വന്ന് ഇറങ്ങുമ്പോ പടിക്കൽ തന്നെ ഇവള് നമ്മളെ സല്യൂട്ട് ചെയ്ത് നിൽക്കുമല്ലോ. നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ എങ്ങനെ അടിയറവ് പറയിക്കുന്ന കാണിക്കാൻ ഇതിനേക്കാളും നല്ല വഴിയുണ്ടോ? അത് കൊള്ളാം. നിനക്കെങ്ങാനും ആ ജോലി വേണം തോന്നിയാ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നിനക്ക് പോലീസായിരുന്നപ്പോ കിട്ടിയിരുന്ന അതേ ശമ്പളം ഞാൻ തരാം. എല്ലാ ദിവസവും മാധവന്റെ മോളെ കൊണ്ട് എന്നെ സെല്യൂട്ട് ചെയ്യിപ്പിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിന് എത്ര കാശ് വേണേലും ചെലവാക്കാം. ഗോപാല, ഓ, തന്നെ ഞാൻ ഒരു തവണ അബദ്ധത്തിൽ സല്യൂട്ട് ചെയ്തേന് സ്റ്റേഷനിൽ വെച്ച് കിട്ടിയത് ഓർമ്മയില്ലേ? ഇപ്പൊ ഞാൻ പ്രതികരിക്കാതെ നടക്കാണെന്ന് കരുതി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. ഞാൻ പ്രതികരിച്ച അത് താങ്ങാനുള്ള ആരോഗ്യം തനിക്കില്ല. എന്ത് കണ്ടിട്ടാടി നീ അഹങ്കരിക്കുന്നത്? നിനക്കിപ്പോ യൂണിഫോമിന്റെയോ ഗിരിയുടെയോ ബലമില്ല. ശരിയാ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്ക് ആകെ കിട്ടിയ സമ്പാദ്യം ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ചങ്കൂറ്റ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എതിർത്ത് നോക്ക്. നിന്നെ പോലെ തന്തയുടെ നിഴലിൽ നിന്നല്ല ഞാൻ വെല്ലുവിളിക്കുന്നത്. ഞാനേ ഒറ്റയ്ക്കാ. ആണാണെങ്കി മുട്ടി നോക്കടാ. ഗോപാല, താൻ പറഞ്ഞത് ശരിയാ. തനിക്കെതിരെയുള്ള പ്രതികാരം പ്ലാൻ ചെയ്യാൻ എനിക്ക് 5 വർഷം കിട്ടിയിട്ടുണ്ട്. ആ എന്നെ വെല്ലുവിളിക്കുന്നത് ബുദ്ധിയാണോ? അന്നും ഇന്നും എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയതേ നിന്റെ ഈ ആത്മവിശ്വാസം. കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും അധികാരം ഇല്ലെങ്കിലും ഇങ്ങനെ വെല്ലുവിളിക്കാൻ എവിടെ നമ്മളെ നിനക്ക് ഈ ധൈര്യം കിട്ടുന്നേ? നീ ഈ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് എന്റെ ശത്രു എന്ന് പറയാൻ എനിക്ക് അഭിമാനമായിരുന്നു. ഇപ്പോ നീ എനിക്കൊരു വിഷയമേ അല്ല, നിന്നോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. വെറുതെ അല്ല ഗിരി ഇവളെ ഉപേക്ഷിച്ച് പ്രീതിയുടെ പുറകെ പോയത്. അതെ അതെ, ഇവളെയൊക്കെ എതിർത്ത് നമ്മുടെ സ്വന്തം വില കളയണ്ട. വാ, നമുക്ക് പോവാം. എന്റെ മകൾ എന്നെ എത്രമാത്രം വെറുക്കുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ ശരിക്കും തകർന്നു പോയി മുകുന്ദ. അവളെ കുറ്റം പറയാൻ പറ്റുമോ? നീ അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടില്ല ഗിരി. അത് നിന്റെ മാത്രം തെറ്റാ. ഇതുവരെ മഞ്ജു അവളോട് നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാലുള്ള അവസ്ഥ എന്താവുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മഞ്ജുവിന് ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും അവളുടെ ഉള്ളിനുള്ളില് ഇപ്പോഴും സ്നേഹം നിന്നോട് ബാക്കിയുണ്ട്. അവള് മോൾക്ക് പ്രതീക്ഷ എന്ന പേരിട്ടെന്നറിഞ്ഞപ്പോ തന്നെ എനിക്കത് മനസ്സിലായതാ. പ്രതീക്ഷയുടെ ജീവിതത്തിലെ 5 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അവളുടെ ജീവിതത്തിന്റെ ഭാഗമാകാതെ മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പ്രതീക്ഷ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവളുടെ അച്ഛനായിട്ട് എനിക്ക് കൂടെ ഉണ്ടാവണോടാ. ഗിരി, നീ നടക്കുന്ന കാര്യമെല്ലാം പറ. വാശിയുടെ കാര്യത്തിലെ അവള് നിന്റെ മോള് തന്നെയാ. മഞ്ജു നിന്നോട് ക്ഷമിക്കാതെ അമ്മ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല.
എനിക്ക് എന്റെ കുടുംബം തിരിച്ചു പിടിക്കണം. അതിന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നീ അതിനെന്നെ സഹായിക്കണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എടാ, നീ ചെയ്ത തെറ്റിനെ എനിക്ക് പോലും നിന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. മഞ്ജു എങ്ങനെ ക്ഷമിക്കുമെന്നാ നീ കരുതുന്നേ? ദേ, നിനക്ക് വേണ്ടിയിട്ടേ അവളോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. മഞ്ജുവിന് എന്നോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മോൾക്ക് വേണ്ടി എനിക്കതിന് ശ്രമിച്ചേ പറ്റൂ. ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പ് തരാം. അവൾ എന്നോട് ക്ഷമിച്ച ഈ ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവ് ഞാനായിരിക്കും. അതെന്റെ വാക്ക. ഇനി എന്റെ മോളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ലടാ മുകുന്ദ. നീ എങ്ങനെയെങ്കിലും ഒന്നെന്നെ സഹായിക്കും. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാനെല്ലാം നഷ്ടപ്പെട്ടിട്ടാ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ദേ, വെറുതെ ഓരോന്ന് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട. നീ വല്ല കടുങ്കയും കാണിച്ചാലേ നിന്റെ കുടുംബത്തിനാ നഷ്ടം. എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. ശരി. എടാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നിനക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാം. അത് മതി. ദേ, ഇത് ഞാൻ ചെയ്യുന്നതേ നിനക്ക് വേണ്ടിയിട്ടല്ല, അമ്മുവിന് വേണ്ടിയാ. അവള് അച്ഛന്റെ സ്നേഹം എന്താണെന്നറിയാതെ വളരാൻ പാടില്ല. മഞ്ജുവിനോട് കാണിച്ചതുപോലെ അമ്മുവിന്റെ വിശ്വാസം നീ തകർത്താലുണ്ടല്ലോ, എന്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ നോക്കില്ല, നിന്നെ തല്ലിക്കൊല്ലും ഞാൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ എന്റെ തല ഞാൻ തന്നെ വെട്ടിയെടുത്ത് നിനക്ക് തരാം. എന്താ പോരെ? ഏത് നാടകത്തിൽ നടന്ന് എനിക്ക് ഡയലോഗ് കിട്ടിയത്? കഷ്ടം. നീ എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോ മഞ്ജു ചിലപ്പോ ദേഷ്യപ്പെടും. നീ പേടിച്ച് പിന്മാറരുത്. എനിക്ക് പേടിയേ നിന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യയാ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മഞ്ജുനോട് സംസാരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ ഞാൻ മിക്കവാറും വീണ്ടും പുറത്തെടുക്കേണ്ടി വരും. ദേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ റിസ്ക് ഒന്നുമല്ല എടുക്കുന്നത്. എടാ, അതിന്റെ നന്ദി എനിക്ക് എന്നും ഉണ്ടാവും. ഹോ, എന്നാലും ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കും? നിന്റെ അഡ്മിഷന്റെ കാര്യം എന്തായി? MS കിട്ടും. ആഹാ, നീയോ? MD. മഞ്ജു ചേച്ചി വന്നല്ലേ? മോളും വന്നു. ആഹാ, പ്രതീക്ഷ. ഓ. ഇതാ കക്ഷി. ആഹാ,